പഴുത്ത മാങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ സൈഡ് ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഉണ്ടായിക്കഴിഞ്ഞാൽ ചോറിന് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വെറുതെയും കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ 2-3 ചേരുവകൾ മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ വായിൽ വെള്ളം ഊറുന്ന തരത്തിലുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മാങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5-6 പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അളവിലുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 പേർക്കുള്ള അളവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു മാങ്ങ വെച്ചിട്ട് മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു നേരം ചോറിന് ഇത് കഴിക്കാൻ പറ്റും. മാങ്ങ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ അധികം പഴുത്തിട്ടില്ലെങ്കിലും ഇത് നന്നായിട്ട് പഴുത്ത മാങ്ങയാണ്. അതുപോലെ തന്നെ കുറച്ച് പുളിയും മധുരമുള്ള മാങ്ങ വേണം നിങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു മാങ്ങ ഞാൻ എടുക്കുന്നത്. അത് ഒന്ന് കഴുകിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പീസായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാരുള്ള മാങ്ങയാണ്, എന്നാലും ഇത് അത്യാവശ്യം പുളിയും മധുരമുള്ള മാങ്ങയാണ്. നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ എന്ന് പറയുമ്പോൾ കുറച്ച് പുളിയും മധുരമുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. ഇനി നമ്മളിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടിയും ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ തീരെ ഇങ്ങോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ കഷ്ണം സവാള എടുത്താൽ മാത്രം മതിയാകും. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 3-4 അതുള്ള കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ഈ ഒരു ഐറ്റത്തിന്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സത്ത് ഇറങ്ങി വരുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഞെരടി കൊടുക്കുമ്പോഴുണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എന്ന് പറയുന്നത് ഞാൻ ചേർത്തത് നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം. അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതാകുമ്പോൾ നല്ലൊരു കളറും കിട്ടും, അതുപോലെ തന്നെ എരിവും കുറവായിരിക്കും. അപ്പോൾ പച്ചമുളക് നമ്മൾ ചേർത്തതാണല്ലോ ഒരു 3-4 എണ്ണം. അപ്പോൾ അതുകൊണ്ട് ഇത് കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയൊരു പണിയൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തിട്ട് നമുക്ക് സ്പൂണ് വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മാങ്ങയിൽ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച ആ സാധനങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പൂണ് വെച്ചിട്ട് മാങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മാങ്ങ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ കൈ വെച്ച് നേരത്തെ ഉള്ളി ഒന്ന് ഞെരടിയ പോലെ ഞെരടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ എടുക്കണം എന്ന് പറയുന്നത്. പഴുത്ത മാങ്ങയാകുമ്പോൾ നമുക്ക് ആ ഒരു ഉടഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഒരിത്തിരി പുളി കുറവാണ്. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. ആ ഒരു പുളിയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വാളം പുളിയില്ല, അത് പിഴിഞ്ഞിട്ട് ഒരു ഇത്തിരി ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഈ ഒരു സമയം നോക്കിയിട്ട് ഉപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒഴിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിന് ഇതിങ്ങനെ കൂട്ടി കുഴച്ചത് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആ ഒരു പഴുത്ത മാങ്ങേൻ്റെ മധുരവും പുളിയും പിന്നെ നമ്മളെ പച്ചമുളകും അതിൻ്റെ എരിവും കറിവേപ്പിലയും പിന്നെ നമ്മൾ ആ ഒരു ഉള്ളിയും ചേർക്കുന്നുണ്ടല്ലോ, എല്ലാം കൂടിയും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പച്ചമുളക് ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ മാങ്ങേൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ പഴുത്ത മാങ്ങയായാലും പച്ച മാങ്ങയായാലും എല്ലാവർക്കും കിട്ടുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് മാങ്ങേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് കാണാനും ട്രൈ ചെയ്യാനും മറക്കരുത്. താങ്ക്